നമസ്കാരം കേട്ടാ. നേരം വൈകിപ്പോയി. നേരം വൈകിപ്പോയി വരാൻ. കുറച്ച് ഓലക്കടി ഉണ്ടായിരുന്നു തിറക്കാൻ. അപ്പം പിന്നെ മഴ വന്നാൽ മൊത്തം നനഞ്ഞു പോവില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഓലക്കടി അപ്പുറത്തുനിന്ന് തിരക്കിയിട്ട്. ഇതാണ് എൻ്റെ കോലം, രാവിലത്തെ കോലം. കുളിച്ചിട്ടോ രാവിലെ? സാമ്യണ്ടാ വീട്ടിൽ? രാവിലെ കുളിച്ചു. എത്ര മണിക്ക് എണിച്ചപ്പാ? 5 മണിക്കാ? 5 മണിക്ക് 5:30 അങ്ങനെ എന്തോ എണിച്ച സമയം നോക്കിയിട്ട്. 6 മണിയാകുമ്പോൾ മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു, ആയുർവേദത്തിൻ്റെ. മൊത്തം കാലെല്ലാം ഇങ്ങനെ എന്തോ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരമിരിക്കണേ അല്ലേ? അങ്ങനെയല്ല പറയാ. സ്വാമി ശരണം. എൻ്റെ പ്രാണനാഥൻ ജോലിക്ക് പോയി. പിന്നെന്തുണ്ട്? സുഖല്ലേ? സുഖല്ലേ? മരുന്ന് തീർന്നു, ആയുർവേദ മരുന്ന് തീർന്നു. ഇനിയിപ്പോൾ നാളെ പോകണം ആയുർവേദത്തിൽ. മാവുങ്കലിന് തലമുടിയൊക്കെ ഉണ്ടോ? ഇതാ മൊയിലഞ്ചി മുഖമൊക്കെ ക്ഷീണിച്ചിപ്പ്. വയസ്സായില്ലേ? 10-29 വയസ്സായില്ലേ? ബാക്കിയായിരിക്കും. 10-29 വയസ്സായി. പിന്നെന്തുണ്ട്? സുഖല്ലേ? ഞാനിങ്ങനെ വന്നതാ, നിങ്ങളൊക്കെ ഒന്ന് കാണാറുണ്ട്. ഒരു മിനിറ്റ്. വീടിൻ്റെ അകത്തുനിന്നേ എന്ന് വച്ചേക്കുന്നു. എന്താണാണാണാണാവോ? എൻ്റെ അയ്യപ്പ സ്വാമി എന്തോ വച്ചേക്കുന്നുണ്ട്. ഉണ്ട്. ഇപ്പം രാത്രിക്കൊക്കെ വീട് തോറും എന്താൾക്കാരത്? കുറുവ സംഘം. ആണ് കുറുവ സംഘം. അവരെ വരുന്നുണ്ട്. ഇപ്പം രാത്രിക്കൊന്നും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വീട്ടിലേക്ക് ചുമയാണ്. തണുപ്പല്ലേ ഇപ്പോൾ? വൃശ്ചിക മാസമല്ലേ, അപ്പം പിന്നെ പൊലച്ചക്ക് എണീക്കണ്ടേ. എൻ്റെ ചേട്ടൻ കുറേ നാളായി പറയുന്നത് ശബരിമലക്ക് പോകണം. 12ാമത്തെ വർഷമാണ് ഇത്. 13ാമത്തെ വർഷം തോന്നുന്നു. 13ാമത്തെ വർഷം ചേട്ടൻ ശബരിമലക്ക് പോകുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് പിന്നെ ഈ പീരീഡൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഇപ്പോഴാണോ അതിന് മാർഗങ്ങളൊന്നും ഇല്ലാണ്ടല്ലേ? ഗുളിക കഴിച്ചാൽ പോരെ? പുറത്താന്നേന് ഗുളിക കഴിച്ചാൽ മതി. എന്തോ കഴിച്ച എന്നെ പോട്ടെ. മൊത്തം പോയിട്ടത് അല്ല, മൈലഞ്ചിയാണിത്. പുറത്തൊക്കെ പോകുമ്പോഴേ അല്ല, ഇപ്പം കുഴപ്പമില്ല. മുമ്പ് ബ്യൂട്ടി പാർലറിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന് തേച്ച് കൊളിച്ച് വരും. പയ്യന്നൂരുണ്ടാകുമ്പോൾ, പയ്യന്നൂർ ബ്യൂട്ടി പാർലർ. എന്നാൽ പിന്നെ പോട്ടെ, കുറച്ച് ഓല തിരക്കാനുണ്ട്. മുഖമെല്ലാം വാടിപ്പോയി ചുന്തിരി വേവ. നാണാവണു. എന്നാൽ ശരി കേട്ടോ, ബൈ.